ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. ഞാനിപ്പോൾ ഒരു അവൽ വിളയിച്ചതിലേക്ക് കുറച്ച് നിലക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ നിലക്കടല ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാവേ. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് വറുത്ത നിലക്കടല ഉണ്ടെങ്കിൽ ആ ഒരു കടല ചേർത്ത് കൊടുത്താൽ മതിയേ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് ഇതേപോലെ തിരുമിയെടുക്കണ ഒരു സമയത്ത് ഇതിൻ്റെ തൊലിയൊക്കെ വേറിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനൊരു 3/4 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ. ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്കൊരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1.5 കപ്പ് അളവിൽ അവലാണ്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം കട്ടിയുള്ള അവലാണ്. നമ്മുടെ കയ്യിൽ ഉള്ള അവലനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അവൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വറുത്തിട്ട് ആ ഒരു തൊലി കളഞ്ഞെടുത്തിരുന്ന നിലക്കടലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. വീണ്ടും നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറുത്ത എള്ളും ചെറിയ ജീരകമില്ലേ അതും കൂടി ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പം നമ്മുടെ അവൽ വിളയിച്ചത് റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനേ. അപ്പോൾ ഒരു അവൽ വിളയിച്ചതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.